ഹലോ, നമുക്ക് രസം വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ഉള്ളി, തക്കാളി എല്ലാം കൂടിയിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലയിട്ട് നമുക്ക് ഈ മസാല, അതായത് ഈ അടിച്ച് വെച്ചാൽ അതൊരു കൂട്ടങ്ങാട് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഒരു പച്ച കുത്തൊക്കെ പോണവരെ വെളുത്തുള്ളിയും പിന്നെന്താ തക്കാളിയും എല്ലാം കൂടെ അടിച്ചതല്ലേ ഒരുമിച്ച്. അപ്പം അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വാട്ടിയെടുക്കാം. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുക്ക് ഒരു കുഴി വരുത്തണം. എന്തിനാണെന്നറിയോ? ആ എണ്ണ നടുക്ക് വന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ നടുക്ക് എണ്ണയിലേക്കാണ് നമ്മൾ ഇനി പൊടി ഇടാൻ പോണത്. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ശേഷം ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇത് രസപ്പൊടി. ഇത് രസം വെക്കണമെന്ന് പറഞ്ഞ് എനിക്ക് തന്നാണ്, ഞാൻ ഇട്ട് നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം നല്ലതാണെന്നൊക്കെ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ആ പച്ചക്കുത്തൊക്കെ പോണവരെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ കുതിർത്തി വെച്ച ആ പുളിവെള്ളം നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. അതായത് ഈ മസാല നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കണം. എന്നിട്ട് പഞ്ചസാരയോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. ഇത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പം തന്നെ നല്ല മണം വന്നിട്ട് എനിക്ക് തോന്നണം ആ മസാലപ്പൊടി, അതായത് രസപ്പൊടി നല്ലതായിരുന്നു എന്ന് തോന്നണം. നല്ല മണമൊക്കെ വരണുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക്